ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്നത്തെ നമ്മുടെ SCRT ക്ലാസ്സിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 16ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ നോക്കുന്നത്. ജീവന്റെ വൃക്ഷം എന്നുള്ള ഈ ഒരു ചാപ്റ്റർ ആണ്. വളരെയധികം ഇമ്പോർട്ടന്റ് ഉള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. 16ാമത്തെ ചാപ്റ്റർ ആണ് ജീവന്റെ വൃക്ഷം. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഒരു പോസ്റ്ററിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പോസ്റ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ഈ പോസ്റ്ററിൽ കാണാൻ പറ്റുന്നത്? വ്യത്യസ്ത ജീവികളെ കാണുന്നുണ്ട് അല്ലെ. അതായത് ഭൂമിയിൽ വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ ഉണ്ടെന്നും അതുപോലെ അവയുടെ എണ്ണം ഓരോ വിഭാഗത്തിലും വ്യത്യസ്തമാണെന്നുമാണ് ഈ ഒരു പോസ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ സസ്യങ്ങൾ എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 4,38,800 ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫംഗസോ 1,48,000. പിന്നെ ബാക്ടീരിയ, അതിൽ തന്നെ ബാക്ടീരിയയും അതുപോലെ ആർക്കിയയും കൂടെ 30,000, പ്രോട്ടിസ്റ്റുകളും 33,100 കൊടുത്തിട്ടുണ്ട്. പിന്നെ ജന്തുക്കളോ 1.56 ദശലക്ഷം ജന്തുക്കളും. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് ഭൂമിയിലെ വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു പോസ്റ്ററിൽ കാണാൻ പറ്റുന്നത്. അവയുടെ എണ്ണം എന്താണ്? ഓരോ വിഭാഗത്തിലും വ്യത്യസ്തമാണെന്നാണ് കേട്ടോ. അപ്പൊ ശാസ്ത്രമേളയിൽ പ്രദർശിപ്പിച്ച പോസ്റ്റർ നിരീക്ഷിക്കൂ. പോസ്റ്റർ വിനിമയം ചെയ്യുന്ന പ്രധാന ആശയം എന്താണ്? പോസ്റ്റർ ഉചിതമായ തലക്കെട്ട് നിർദ്ദേശിക്കാമോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത്രയധികം ജീവികളെ തിരിച്ചറിയാനും പഠിക്കാനും എങ്ങനെയാണ് സാധ്യമാവുക? അതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. ജീവികളെ തരംതിരിച്ച് പഠിക്കാനുള്ള ശ്രമങ്ങൾ വളരെ കാലം മുമ്പേ തന്നെ ആരംഭിച്ചിരുന്നു. ഈ മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ചില വ്യക്തികളെയാണ് എന്നിവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യകാലങ്ങളിൽ ജീവികളെ ഉപയോഗമുള്ളവ ഇല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചിരുന്നത്. പിൽക്കാല ശാസ്ത്രജ്ഞൻ പലതരത്തിൽ ജീവികളെ തരംതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൊടുത്ത വ്യക്തികളാണ് അരിസ്റ്റോട്ടിൽ ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു. അപ്പൊ ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, അരിസ്റ്റോട്ടിലാണ്. അടുത്തത് തിയോഫ്രാസ്റ്റസ് ആണ്. തിയോഫ്രാസ്റ്റസ് എന്താ ചെയ്തത്? സസ്യങ്ങളെ മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഔഷധികൾ എന്നിങ്ങനെ വർഗീകരിച്ചു കേട്ടോ. മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഔഷധികൾ എന്നിങ്ങനെ സസ്യങ്ങളെ വർഗീകരിച്ചത് ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. അടുത്തത് 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ ഡ്രേ ശാസ്ത്രീയമായ വർഗീകരണ രീതിക്ക് തുടക്കം കുറിക്കുകയും സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിക്കുകയും ചെയ്തു. അപ്പൊ ശാസ്ത്രീയമായ വർഗീകരണ രീതിക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ജോൺ ഡ്രേ ആണ്. 17ാം നൂറ്റാണ്ടിലാണ് കേട്ടോ തുടക്കം കുറിക്കുകയും അതുപോലെ സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തത് ആരാണ്? ജോൺ ഡ്രേ ആണ് കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ ഡ്രേ ശാസ്ത്രീയമായ വർഗീകരണ രീതിക്ക് തുടക്കം കുറിക്കുകയും സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിക്കുകയും ചെയ്തു. അടുത്തത് ആരാണ്? 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏണസ്റ്റ് ഹെയ്ക്കൽ ജീവികളെ അനിമേലിയ, പ്ലാന്റ്, പ്രോട്ടിസ്റ്റ എന്നീ 3 കിങ്ഡങ്ങളാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏണസ്റ്റ് ഹെയ്ക്കൽ ജീവികളെ അനിമേലിയ, പ്ലാന്റ്, പ്രോട്ടിസ്റ്റ എന്നീ 3 കിങ്ഡങ്ങളാക്കി തരംതിരിച്ചു. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏണസ്റ്റ് ഹെയ്ക്കൽ. ഇനി 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാൾ ലിനേയസ് ആണ് വിവിധ വർഗീകരണ തലങ്ങൾ ആവിഷ്കരിച്ചത്. വർഗീകരണ തലങ്ങൾ കൃത്യതപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയതിനാൽ അദ്ദേഹത്തെ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. അപ്പൊ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നത് ആരാണ്? കാൾ ലിനേയസ് ആണ് കേട്ടോ. കാൾ ലിനേയസ്. അപ്പൊ ഇതാ നൂറ്റാണ്ട് 18ാം നൂറ്റാണ്ടിലാണ്. ഒട്ടേറെ ശാസ്ത്രജ്ഞന്മാർ ഈ മേഖലയിൽ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ കുട്ടികൾക്ക് വർക്കാണ്. ഇനി ജീവികളെ തരംതിരിക്കാൻ അവയുടെ സവിശേഷതകളിലെ സമാനതകൾ, വ്യത്യാസങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയിരുന്നത്. ജീവികളെ തരംതിരിക്കാൻ അവയുടെ സവിശേഷതകളിലെ സമാനതകൾ, വ്യത്യാസങ്ങൾ എന്നിവയാണ് അടിസ്ഥാനമാക്കിയിരുന്നത്. ഇനി ജീവികളുടെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് സമാനതകളും വ്യത്യാസങ്ങളും അടിസ്ഥാനമാക്കി അവയെ തരംതിരിക്കുകയും അവയ്ക്ക് ശാസ്ത്രീയ നാമങ്ങൾ നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ടാക്സോണമി? ജീവികളുടെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് സമാനതകളും വ്യത്യാസങ്ങളും അടിസ്ഥാനമാക്കി അവയെ തരംതിരിക്കുകയും അവയ്ക്ക് ശാസ്ത്രീയ നാമങ്ങൾ നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി. ജൈവ വൈവിധ്യവും വ്യത്യസ്ത ജീവികൾ തമ്മിലുള്ള ബന്ധവും മനസ്സിലാക്കാൻ ഇതിലൂടെ കഴിയും. ഓക്കെ, അപ്പൊ എന്താണ്? ജീവികളെ തരംതിരിക്കുകയും അവർക്ക് ശാസ്ത്രീയ നാമങ്ങൾ നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖ ഏതാണ്? ടാക്സോണമിയാണ് കേട്ടോ. അപ്പൊ ജൈവ വൈവിധ്യവും വ്യത്യസ്ത ജീവികൾ തമ്മിലുള്ള ബന്ധവും മനസ്സിലാക്കാൻ ഇതിലൂടെ കഴിയുന്നതാണ്.
ഇനി ലിനേഴ്സിന്റെ വർഗീകരണത്തിൽ പരപോഷികളായ എല്ലാ ബഹുകോശ ജീവികളും ഉൾപ്പെടുന്ന വർഗീകരണ തലമാണ് കിങ്ഡം അനിമേലിയ. അപ്പൊ കിങ്ഡത്തിന് തൊട്ടു താഴെയുള്ള വർഗീകരണ തലമാണ് ഫൈലം. അനിമേലിയ കിങ്ഡത്തിലെ നട്ടിലുള്ള എല്ലാ ജീവികളെയും കോർഡേറ്റ എന്ന ഫൈലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും അടിസ്ഥാന വർഗീകരണ തലം സ്പീഷീസ് ആണ്. അപ്പൊ ലിനേഴ്സിന്റെ വർഗീകരണ തലത്തെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അപ്പൊ ഏറ്റവും അടിസ്ഥാന വർഗീകരണ തലം സ്പീഷീസ് ആണ്. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പീഷീസ് ആണ് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ജീനസ് ആണ്, പിന്നെ ഫാമിലി, പിന്നെ ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഓക്കെ. അപ്പൊ ലിനേഴ്സിന്റെ വർഗീകരണത്തിൽ പരപോഷികളായ എല്ലാ ബഹുകോശ ജീവികളും ഉൾപ്പെടുന്ന വർഗീകരണ തലം ഏതാണ്? കിങ്ഡത്താണ് കേട്ടോ. കിങ്ഡത്തിൽ എന്താണ് ഉൾപ്പെടുന്നത്? പരപോഷികളായ എല്ലാ ബഹുകോശ ജീവികളും കിങ്ഡത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി കിങ്ഡത്തിന്റെ തൊട്ട് താഴെയാണ് ഫൈലാണ്. അനിമേലിയ കിങ്ഡത്തിലെ നട്ടലുള്ള എല്ലാ ജീവികളും കോർഡേറ്റ എന്ന ഫൈലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ. ഇനി സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അതായത് മനുഷ്യൻ, പൂച്ച, നായ, കശുമാവ് എന്നിവ വ്യത്യസ്ത സ്പീഷീസുകൾക്ക് ഉദാഹരണമാണ്. സ്പീഷീസിനും ഫൈലത്തിനും ഇടയിൽ ഏതെല്ലാം വർഗീകരണ തലങ്ങളുണ്ട്? നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലെ. അതായത് ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഇനി വർഗീകരണ തലങ്ങൾ. ജീവികളെ തിരിച്ചറിയൽ, തരംതിരിക്കൽ, നാമകരണം എന്നിവയാണ് വർഗീകരണത്തിന്റെ പ്രധാന ഘട്ടങ്ങൾ. എന്തൊക്കെയാണ്? എന്താണ്? തിരിച്ചറിയല്, തരംതിരിക്കല്, നാമകരണം. ഇനി കുറച്ച് ജീവികളുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? കടുവയുടെ വർഗീകരണ തലങ്ങളാണ് കേട്ടോ. അതായത് വർഗീകരണ തലങ്ങളും വിഭാഗവും സവിശേഷതകളും പിന്നെ ജീവികളും ആണ് ഇവിടെ ഏതാണല്ലോ കേട്ടോ ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനായിട്ട്. ഓക്കെ. ഫസ്റ്റ് തന്നെ കിങ്ഡം ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. കിങ്ഡത്തിൽ എന്താണ്? അനിമേലിയ അല്ലെങ്കിൽ മൃഗങ്ങൾ, ബഹുകോശ, അതുപോലെ യൂക്കാരിയോട്ടിക് ജീവികൾ, അതുപോലെ പരപോഷികൾ, ഇതൊക്കെ ഉൾപ്പെടുന്നത് ഏതാണ്? കിങ്ഡത്തിലാണ് അല്ലെ. അപ്പൊ എന്താ ഉൾപ്പെടുന്ന മറ്റു ജീവികൾ എന്താണ്? ജീവികളായിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക് പൂച്ച, പട്ടി, ആട്, ആന, അതുപോലെ മീന്, കുതിര, പ്രാണികള്, പാമ്പ് തുടങ്ങിയ ചിത്രത്തിലുള്ള എല്ലാ ജന്തുക്കളും എന്തിൽ പെടുന്നുണ്ട്? ഈ ഒരു എല്ലാ ജന്തുക്കളും എന്തിൽ പെടുന്നുണ്ട്? കിങ്ഡത്തിൽ പെടുന്നുണ്ട് കേട്ടോ. എല്ലാ ജന്തുക്കളും എന്തിൽ പെടും? കിങ്ഡത്തിൽ ഉൾപ്പെടും. ഇനി അടുത്തത് ഫൈലാണ്. അതായത് കോർഡേറ്റ നട്ടെല്ലുള്ള ജീവികളാണ് കേട്ടോ. നട്ടെല്ലിന്റെയും കശേരുക്കളുടെയും സാന്നിധ്യമാണ് കോർഡേറ്റ അല്ലെങ്കിൽ നട്ടെല്ലുള്ള ജീവികളാണ്. അപ്പൊ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെ പറയാം? ഇതിലെ ഈ ഒരു ചിത്രത്തിൽ എന്തൊക്കെ ഉണ്ട്? നമുക്ക് ഈ ഒരു ഫൈലത്തിന് എക്സാമ്പിൾ, ഫൈലത്തിൽ ഉൾപ്പെടുന്ന എന്താണ്? പൂച്ച ഉണ്ട് അല്ലെ. അതുപോലെ പൂച്ച, അതുപോലെ പൂച്ച, പട്ടി, ആട്, മീന്, അതുപോലെ ആന, മനുഷ്യൻ, തവള, അതൊക്കെ നട്ടലുള്ളവയാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഫൈലത്തിൽ ഉൾപ്പെടുത്താം. ഇനി ക്ലാസ്, മമേലി, അതായത് സസ്തനികൾ കേട്ടോ. പിന്നെന്താണ്? ഉഷ്ണരക്തമുള്ളവ, ശരീരം രോമങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്ന, കുഞ്ഞുങ്ങൾക്ക് പാല് നൽകി പരിപാലിക്കുന്ന, ഇതൊക്കെ ഈ ഒരു വിഭാഗക്കാണ് എന്തിൽ വരുന്നത്? ക്ലാസ്സിൽ വരുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെ എഴുതാൻ പറ്റും? നമുക്ക് ഏതൊക്കെ ജീവികൾ ഇതിൽ എഴുതാൻ പറ്റും? പൂച്ച, പട്ടി, ആട്, മനുഷ്യൻ, മുയലൊക്കെ ഈ ഒരു എന്താണ്? ക്ലാസ്സിൽ ഉൾപ്പെടുന്നതാണ്. ഇനി അടുത്തിട്ട് ഓർഡർ ആണ് അല്ലെ. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ കാർണിവോർ അല്ലെങ്കിൽ മാംസഭോജികളാണ്. വേട്ടയാടാനും മാംസം കഴിക്കാനും അനുയോജ്യമായ മൂർച്ചയുള്ള പല്ലുകളും നഖങ്ങളും ആർക്കുണ്ടാവും? ഈ ഒരു ഉള്ള ജീവികളാണ് ഈ ഓർഡറിൽ ഉൾപ്പെടുന്നത് കേട്ടോ. അവിടെ നമുക്ക് പൂച്ച, പട്ടിയൊക്കെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? ഓർഡറിൽ ഉൾപ്പെടുത്താം. ഇനി ഫാമിലി, ഫെലിഡേ, അതായത് പിൻവലിക്കാവുന്ന നഖങ്ങളുള്ള മികച്ച എന്താണ് രാത്രിക്കാഴ്ചയുള്ളതൊക്കെ ഫാമിലിയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിലെ പൂച്ചയാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഫാമിലി. പിന്നെ ജീനസ്. ഓക്കെ. ജീനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാന്ത്ര, വലിയ പൂച്ചകൾ, ഗർജിക്കാനുള്ള കഴിവ്, വലുതും ശക്തവുമായ ശരീരഘടന, ഇതൊക്കെ ജീനസിൽ ഉൾപ്പെടുന്ന ജീവികളാണ്. ഏതൊക്കെ ഉൾപ്പെടും? സിംഹം, അതുപോലെ പുള്ളിപ്പുലി, ഇതൊക്കെയാണ് ചിത്രത്തിലുള്ളത് പറയുകയാണെങ്കിൽ സിംഹം, പുള്ളിപ്പുലി ഒക്കെ ആണ് കേട്ടോ. സിംഹം അല്ല, പുള്ളിപ്പുലി ഉണ്ട് അല്ലെ. ഓക്കെ, പുള്ളിപ്പുലി. ഓക്കെ. അടുത്തത് സ്പീഷീസ് ആണ്. സ്പീഷീസ് പാന്തറ ടൈഗ്രിസ്, അതായത് കടുവ സ്പീഷീസിലെ കറുത്ത വരകളുള്ള ഓറഞ്ച് രോമാവരണവും കരുത്തുറ്റ വലിയ ശരീരവും ഉള്ളവയാണ്.
ഓക്കെ, ഈ സ്പീഷീസിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, കടുവ. ഇനി കാൾ ലിനേഴ്സ് രൂപപ്പെടുത്തിയ വർഗീകരണ തലങ്ങൾ തന്നെയാണ് ഇന്നും നിലവിലുള്ളത് കേട്ടോ. ഇപ്പൊ സാമ്യതകളുടെ അടിസ്ഥാനത്തിൽ ജീവികളെ വലിയ ഗ്രൂപ്പുകളായും വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെറിയ ഗ്രൂപ്പുകളുമായും തരംതിരിക്കുകയാണ് വർഗീകരണത്തിൽ നാം ചെയ്യുന്നത്. കിങ്ഡം, ഫൈലം, ക്ലാസ് തുടങ്ങിയ വർഗീകരണ തലങ്ങളെ ടാക്സ എന്നാണ് പറയുന്നത്. ടാക്സ എന്ന ഏതൊക്കെ ഉൾപ്പെടുന്ന ടാക്സയിലെ കിങ്ഡം, ഫൈലം, ക്ലാസ് തുടങ്ങിയ വർഗീകരണ തലങ്ങളെ ടാക്സ എന്നാണ് പറയുന്നത്. ജന്തുക്കളെ വർഗീകരിച്ചതുപോലെ സസ്യങ്ങളെയും വർഗീകരിക്കാം. സ്പീഷീസ് മുതൽ കിങ്ഡം വരെയുള്ള തലങ്ങൾ ഉൾപ്പെടുത്തി കാൾ ലിനേഴ്സ് ആണ് സസ്യങ്ങളെയും വർഗീകരിച്ചത് കേട്ടോ. അപ്പൊ സ്പീഷീസ് മുതൽ കിങ്ഡം വരെയുള്ള തലങ്ങൾ ഉൾപ്പെടുത്തി കാൾ ലിനേഴ്സ് തന്നെയാണ് എന്ത് സസ്യങ്ങളെയും വർഗീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ പ്രസ്താവനയായിട്ട് വരാം കേട്ടോ. പ്രസ്താവനയായിട്ട് ചോദിക്കാം, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇനി തെങ്ങിന്റെ വർഗീകരണ തലങ്ങൾ കാണിക്കുന്ന ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. തെങ്ങിന്റെ വർഗീകരണ തലങ്ങൾ: കിങ്ഡം, പ്ലാന്റ് സസ്യങ്ങൾ, ബഹുകോശ യൂക്കാരിയോട്ടിക് ജീവികൾ, സ്വപോഷികൾ. ഡിവിഷൻ: മാഗ്നോളിയോഫൈറ്റ സപുഷ്പികൾ, പഴത്തിനുള്ളിൽ പൊതിഞ്ഞ വിത്തുകൾ ഉള്ളവ. ഇനി ക്ലാസ്: ലിലിയോപ്ലിഡ ബീജപത്ര സസ്യങ്ങൾ, സമാന്തര ശിരാവിന്യാസവും നാരുവേരുമുള്ളവ. ഇനി ഫാമിലി: അരീക്കേസിയ, വലിയ സംയുക്ത ഇലകളുള്ള ശാഖകളില്ലാത്ത കാണ്ഡങ്ങളുള്ളവ. ജീനസ്: കൊക്കോസ്, വലുതും ഒറ്റ വിത്തുകളുള്ളതുമായ ഫലങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. സ്പീഷീസ്: കൊക്കോസ് ന്യൂസിഫെറ, കട്ടിയുള്ള പുറന്തോടും നാരുകളും ഖരരൂപത്തിലും ദ്രാവക രൂപത്തിലും എൻഡോസ്പേമുമുള്ള ഫലങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ തെങ്ങിന്റെ വർഗീകരണ തലങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ എന്താണ് ഒന്നോ രണ്ടോ സസ്യങ്ങളെയും ജന്തുക്കളെയും ഒക്കെ വർഗീകരണ തലങ്ങൾ കണ്ടെത്തി കുട്ടികളോട് അവതരിപ്പിക്കാൻ പറയുന്നുണ്ട്. ഇനി കാലിനേസിന്റെ വർഗീകരണ രീതിയെ കുറിച്ച് അനിമേലിയ, പ്ലാന്റ് എന്നീ രണ്ട് കിങ്ഡങ്ങളിലായാണ് ജീവികളെ തരംതിരിച്ചിരിക്കുന്നത്. രണ്ട് കിങ്ഡം വർഗീകരണ രീതി എന്നറിയപ്പെട്ടു. സസ്യവുമല്ല ജന്തുവുമല്ല. ഇനി ഇവിടെ കുറച്ച് ചിത്രങ്ങളാണ് കൊടുത്തിട്ടിരിക്കുന്നത്. 16.8 ABCD നൽകിയിരിക്കുന്ന ജീവികളെ നാം മുമ്പ് പഠിച്ച കിണ്ഡങ്ങളിൽ ഉൾപ്പെടുത്താനാവുമോ, എന്തുകൊണ്ട് എന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്തൊക്കെ ചിത്രമാണ്? ബാക്ടീരിയന്റെ ചിത്രം, പിന്നെ പാരമീസിയം, പിന്നെ കൂണ്, ഈസ്റ്റ് ഒക്കെ ആണ് നൽകിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്ടീരിയ എന്താ? പ്രോകാരിയോട്ടുകളാണല്ലേ. പ്രോകാരിയോട്ടുകളാണ് ബാക്ടീരിയ. ഏകകോശ ജീവിയാണ്. അതുപോലെ ന്യൂക്ലിയസ്, വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് ബാക്ടീരിയക്ക് ഇല്ല എന്ന് പറയാം. അതുപോലെ പാരമീസിയം യൂക്കാരിയോട്ടുകളാണ്. അതുപോലെ ഏകകോശ ജീവി, പരപോഷി, സഞ്ചാരശേഷി ഉണ്ട് എന്ന് പറയാം കേട്ടോ. ഇനി അടുത്തത് കൂണും ഈസ്റ്റും ആണ്. കൂൺ, ഈസ്റ്റ് യൂക്കാരിയത് രണ്ടും എന്താ? യൂക്കാരിയോട്ടുകളാണ്. സഞ്ചാരശേഷി ഇല്ല. അതുപോലെ ആഹാരം സ്വയം നിർമ്മിക്കാനാവില്ല. പരപോഷികളാണ്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇവയ്ക്ക് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സവിശേഷതകളിൽ നിന്ന് മാറ്റമുള്ളതിനാൽ എന്താണ് ഇവയെ പഴയ രണ്ട് കിങ്ഡങ്ങളിൽ മാത്രം ഉൾപ്പെടുത്താൻ കഴിയില്ല കേട്ടോ. 5 കിങ്ഡം വർഗീകരണം: ബാക്ടീരിയ, പാരമീസിയം, കൂൺ, ഈസ്റ്റ് എന്നീ ജീവികളെ പ്ലാന്റ്, അനിമേലിയ എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലല്ലോ. അപ്പൊ റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന ശാസ്ത്രജ്ഞൻ ഈ പരിമിതി മറികടക്കാൻ ജീവികളെ 5 കിങ്ഡങ്ങളാക്കി തരംതിരിച്ചു. ഓക്കെ, അപ്പൊ 5 കിങ്ഡം വർഗീകരണമാണ് കേട്ടോ. ഈ ഒരു വർഗീകരണം ആരാണ് നടത്തിയത്? റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ്. റോബർട്ട് എച്ച് വിറ്റാക്കർ. മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ എന്നിവയാണ് 5 കിങ്ഡങ്ങൾ. 5 കിങ്ഡം വർഗീകരണ രീതി വിശകലനം ചെയ്ത ഒരു പട്ടികയാണ് എനിക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ കേട്ടോ എന്നിവയാണ് ഈ 5 കിങ്ഡങ്ങൾ. 5 കിങ്ഡം വർഗീകരണ രീതി വിശകലനം ചെയ്യുന്ന ഒരു പട്ടികയാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തേത് കിങ്ഡം മൊനീറ. പ്രോകാരിയോട്ടുകൾ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല. ഏറ്റവും പ്രാചീനമായ ജീവികൾ ഉൾപ്പെടുന്നു. ഉദാഹരണം ബാക്ടീരിയ കേട്ടോ. ഇനി കിങ്ഡം പ്രോട്ടിസ്റ്റ. മിക്കവയും ഏകകോശ യൂക്കാരിയോട്ടുകള്. അവ അസ്വപോഷി, പരപോഷികളോ ആകാം. ഫ്ലാജല്ല, സീലിയ, കപടപാദങ്ങൾ എന്നിവ ചലനോപാധികൾ. അമീബ, പാരമീസിയം, യൂക്ലീന എന്നിവക്ക് ഇതിന് ഉദാഹരണം. കിങ്ഡം പ്രോട്ടിസ്റ്റക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? അമീബിയ, പാരമീസിയം, യൂക്ലീന. അത് കിങ്ഡം ഫഞ്ചിയോ? മൃതഭോജികളായ യൂക്കാരിയോട്ടുകളാണ്. ഹരിതകണം, ക്ലോറോഫിൽ ഇല്ല. പൂപ്പലി, ഈസ്റ്റ് എന്നിവ ഉദാഹരണം. അതുകൊണ്ട് എന്താണ്? ക്ലോറോഫിൽ ഇല്ലാത്തത് കൊണ്ട് എന്താണ്? സ്വയം ഭക്ഷണം പാകം ചെയ്യാൻ കഴിയില്ല അല്ലെ. പരപോഷികളാണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ എന്താണ്? പൂപ്പലും ഈസ്റ്റ് ഒക്കെ കേട്ടോ. ഫഞ്ചയിലാണ് ഉൾപ്പെടുന്നത് പൂപ്പലും ഈസ്റ്റ് ഒക്കെ. അടുത്തത് കിങ്ഡം പ്ലാന്റ് ആണ്. പ്രകാശ സംശ്ലേഷണ വഴി സ്വയം ആഹാരം ഉണ്ടാക്കുന്ന ബഹുകോശ ജീവികളാണ് യൂക്കാരിയോട്ടുകൾ. പ്രാഥമിക ഉൽപാദകർ. വേരുകളും കാണ്ഡവും ഇലകളും ഉള്ളവ മണ്ണിലോ ജലത്തിലോ വളരുന്നു. ഓക്കെ,
അടുത്തത് കിങ്ഡം അനിമേലിയോ. ബഹുകോശ യൂക്കാരിയോട്ടുകളാണ്. പരപോഷികൾ, ചലനോപാധികൾ, നിയതമായ ഗ്രാഹികളുമുള്ളവ. സ്പോഞ്ചുകൾ പോലുള്ള ലളിത ഘടനയുള്ള ഉള്ളവ മുതൽ സങ്കീർണ ഘടനയുള്ള മനുഷ്യർ വരെ ഉൾപ്പെടുന്നു കിങ്ഡം അനിമേലിയയിൽ ട്ടോ. ഇനി ഇവിടെ ഒരു ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത്, ഫില്ല് ചെയ്യാനായിട്ടാണ്. കിങ്ഡം, പ്രത്യേകതകൾ, ഉദാഹരണങ്ങൾ ട്ടോ. ഫസ്റ്റ് അനിമേലിയ ആണ്, കിങ്ഡം അനിമേലിയ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന പ്രത്യേകതകൾ? ബഹുകോശ ജീവികള്, യൂക്കാരിയോട്ടുകള്, പരപോഷികള്, സഞ്ചാരശേഷിയുള്ളവ. അതൊക്കെ എന്തിൽ പെടുന്ന? അനിമേലിയയിൽ ഉൾപ്പെടുന്നതാണ്. എക്സാമ്പിൾ ആയിട്ട് മനുഷ്യൻ, അതുപോലെ നമുക്ക് എന്തൊക്കെ പറയാം? മനുഷ്യന്, അതുപോലെ കടുവ ഒക്കെ പറയാം ട്ടോ, കടുവ. ഓക്കെ, പക്ഷി, പാമ്പൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് ട്ടോ. അത് പ്ലാന്റെയോ? പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പ്രത്യേകത? ബഹുകോശ ജീവികളാണ്, യൂക്കാരിയോട്ടുകളാണ്, സ്വയം ഭോജികളാണ്, പ്രകാശ സംശ്ലേഷണം നടത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, സ്വയം ഭക്ഷണം പാകം ചെയ്യും. ഓക്കെ, ഉദാഹരണം തെങ്ങ്, നെല്ല്, റോസ്, പ്ലാവ്, ഇതൊക്കെ നമുക്ക് എന്തില് പ്ലാന്റയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് മൊണീറ ഏകകോശ ജീവികളാണ്, പ്രൊകാരിയോട്ടുകളാണ് ട്ടോ. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്തവയാണ് മൊനീറയിൽ ഉൾപ്പെടുന്നത്. ബാക്ടീരിയ, സയനോ ബാക്ടീരിയ ഒക്കെ ഇതിൽ പെടുന്നതാണ് ട്ടോ മൊനീറയിൽ. പ്രോട്ടിസ്റ്റ ഏകകോശ ജീവികളാണ്, അതുപോലെ യൂക്കാരിയോട്ടുകളാണ്, വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്തവയാണ് ട്ടോ. അതുപോലെ അമീബ, പാരമീസിയം, യുഗ്ലിനും ഒക്കെ പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുന്നതാണ്. ഫഞ്ചി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, ഏകകോശമോ അല്ലെങ്കിൽ ബഹുകോശമോ ആകാം. അതുപോലെ എന്താണ്, പരപോഷികളാണ്, യൂക്കാരിയോട്ടുകൾ ആണ്, അതുപോലെ സഞ്ചാരശേഷി ഇല്ലാത്തവയാണ് ഫഞ്ചിയിൽ ഉൾപ്പെടുന്നത്. കൂണും ഈസ്റ്റും ഒക്കെ നമുക്ക് ഫഞ്ചിയിൽ ഉൾപ്പെടുന്നതാണ് ട്ടോ, പൂപ്പലൊക്കെ. ഇനി 5 കിണ്ണം വർഗീകരണത്തിന്റെ മേന്മ എന്തെന്ന് കണ്ടെത്തും? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചി എന്നിവ ലളിത ഘടനയുള്ള സൂക്ഷ്മജീവികളെ ഉൾക്കൊള്ളുന്ന വിഭാഗങ്ങളാണ്. എന്നാൽ പ്ലാന്റ്, അനിമേലിയ എന്നിവ കൂടുതൽ സങ്കീർണമായ ഘടനയുള്ള ജീവികളെ ഉൾക്കൊള്ളുന്നു. മൊണീറ ഏറ്റവും ലളിതവും പ്രാചീനവുമായ ജീവികളുടെ കൂട്ടമാണ് മൊണീറ. അവയെല്ലാം ഏകകോശ ജീവികളും പ്രൊകാരിയോട്ടുകളുമാണ്. അതിൽ ഉൾപ്പെടുന്ന പ്രധാന ജീവികൾ ബാക്ടീരിയകളാണ്. മണ്ണിലും ജലത്തിലും വായുവിലും ഭക്ഷണത്തിലും നമ്മുടെ ശരീരത്തിലും എല്ലാം അവയെ കാണാം. മണ്ണിലെ നൈട്രജൻ ഫിക്സേഷൻ പോലുള്ള പോഷക ചക്രത്തിൽ അവ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മിക്കതും ഉപയോഗപ്രദമാണെങ്കിലും ചില ബാക്ടീരിയകൾ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇവിടെ ബാക്ടീരിയകളുടെ ആകൃതികൾ കൊടുത്തിട്ടുണ്ട്, വിവിധ ആകൃതിയിലുള്ള ബാക്ടീരിയകൾ. അടുത്തത് HEMP, ഹ്യൂമൻ മൈക്രോബയോം പദ്ധതി. HEMP മനുഷ്യന്റെ ആരോഗ്യം, രോഗം എന്നിവയുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മാണു സമൂഹങ്ങളെ പറ്റി പഠിക്കാൻ 2007 US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് NIH ആരംഭിച്ച ഒരു ഗവേഷണ സംരംഭമാണ് ഹ്യൂമൻ മൈക്രോബയോം പദ്ധതി. മനുഷ്യ ശരീരത്തിനകത്തും പുറത്തും വസിക്കുന്ന ബാക്ടീരിയ, വൈറസുകൾ, ഫംഗസുകൾ തുടങ്ങിയ സൂക്ഷ്മജീവികൾ ഉൾപ്പെടുന്നതാണ് ഹ്യൂമൻ മൈക്രോബയോം. ആരോഗ്യം നിലനിർത്തുന്നതിലും ദഹനം, പ്രതിരോധ ശേഷി, മാനസികാവസ്ഥ എന്നിവയെ സ്വാധീനിക്കുന്നതിലും ഇവ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. ഹ്യൂമൻ മൈക്രോബയോം പദ്ധതി എന്ന് പറയുന്നത് 2007 US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് NIH നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആരംഭിച്ച ഒരു ഗവേഷണ സംരംഭമാണ് ഹ്യൂമൻ മൈക്രോബയോം പദ്ധതി. മനുഷ്യ ശരീരത്തിന്റെ അകത്തും പുറത്തും വസിക്കുന്ന ബാക്ടീരിയ, വൈറസുകൾ, ഫംഗസുകൾ തുടങ്ങിയ സൂക്ഷ്മജീവികൾ ഉൾപ്പെടുന്നതാണ് ഹ്യൂമൻ മൈക്രോബയോം. ഓക്കെ, അപ്പൊ ആരോഗ്യം നിലനിർത്തുന്നതിലും ദഹനം, പ്രതിരോധശേഷി, മാനസികാവസ്ഥ എന്നിവയെ സ്വാധീനിക്കുന്നതിലും ഇവ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി പ്രോട്ടിസ്റ്റ് ആണ്. ഏകകോശ ജീവികളായ യൂക്കാരിയോട്ടുകളാണ് എന്ത് പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുന്നത്. മിക്ക പ്രോട്ടിസ്റ്റുകളും ജല ആവാസങ്ങളിലാണ് ജീവിക്കുന്നത്. പാരമീസിയം, അമീബ, യുഗ്ലീന എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുന്നതാണ് ട്ടോ. പ്ലാസ്മോഡിയം, എൻഡമീബ, ഹിസ്റ്റോളിക്ക എന്നിവ രോഗകാരികളായ പ്രോട്ടിസ്റ്റുകളാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. രോഗകാരികളായ പ്രോട്ടിസ്റ്റുകൾ ഏതൊക്കെയാണ്? പ്ലാസ്മോഡിയം, അതുപോലെ എൻഡമീബ, ഹിസ്റ്റോളിക് ഒക്കെ. അടുത്ത ഫഞ്ചി, യൂക്കാരിയോട്ടുകളാണ് ഇവ. അതുപോലെ ഈസ്റ്റ് പോലുള്ള ചില ഇനം ഒഴികെ ഭൂരിഭാഗവും ബഹുകോശ ജീവികളാണ്. ഫംഗസ് കോശങ്ങൾക്ക് കൈറ്റിൻ എന്ന പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച ഒരു കോശഭിത്തിയുണ്ട്. ഫംഗസുകളിൽ ക്ലോറോഫിൽ ഇല്ലാത്തതിനാൽ അവയ്ക്ക് പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള കഴിവില്ല. മൃതമായതും ചീഞ്ഞഴുകുന്നതുമായ വസ്തുക്കളിൽ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനാൽ അവയെ ശവോപജീവികൾ എന്ന് വിളിക്കുന്നു, സാപ്രോഫൈറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഫഞ്ചൈ എന്താണ്?
ഫംഗസ് കോശങ്ങളുടെ കെറ്റിൻ എന്ന പദാർത്ഥം കൊണ്ട് നിർമ്മിച്ചൊരു കോശഭിത്തി ഉണ്ടെന്ന് ഫംഗസിന്. അപ്പൊ ഫംഗസുകളിൽ ക്ലോറോഫിൽ ഇല്ലാത്തതിനാൽ എന്താണ്, അവയ്ക്ക് പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, സ്വയം ആഹാരം പാകം ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ അതെന്താ ചെയ്യുന്നത്, മൃതമായതും അതുപോലെ എന്താണ് ചീഞ്ഞഴുകുന്നതുമായ വസ്തുക്കളിൽ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനാലാണ് അവയെ ശവോപജീവികൾ അല്ലെങ്കിൽ സാപ്രോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. റൊട്ടിയിലെ പൂപ്പൽ, കുമിൾ, ഈസ്റ്റ് എന്നിവ ഫംഗസുകൾക്ക് ഉദാഹരണങ്ങളാണ്. ബേക്കിങ്ങിനും വൈൻ, ആൽക്കഹോൾ എന്നിവയുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന ഈസ്റ്റ്, ഭക്ഷ്യയോഗ്യമായ കൂണുകൾ എന്നിവ ഉപകാരികളായ ഫംഗസുകളാണ്. കാൻഡിഡിയാസിസ്, റിംഗ്വേം എന്നീ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ചിലയിനം ഫംഗസുകളാണ്. പേരിന് പിന്നിൽ ഈ സസ്യം നിങ്ങളുടെ പ്രദേശത്ത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇവിടെ എന്താണ്, ഒരു പപ്പായ മരത്തിന്റെ ചിത്രമാണ് കൊടുത്തത്. ഈ സസ്യം നിങ്ങളുടെ പ്രദേശത്ത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ട് ഇവിടെ പപ്പായ, കർമൂസ, കപ്പളങ്ങ, ഇനി എന്തൊക്കെ പേരുകൾ ഉണ്ട്? നമുക്ക് ചില ഭാഗത്തേക്ക് ഓമയ്ക്ക എന്ന് പറയട്ടോ, ഓമയ്ക്ക, മരമത്തങ്ങ, പപ്പായം എന്നൊക്കെ പറയാം. ഓമയ്ക്ക എന്നൊക്കെ പറയുന്നത് നമ്മുടെ എന്താണ് തിരുവനന്തപുരത്തേക്കൊക്കെ ഓമയ്ക്ക എന്നാണ് പറയാ. ഓക്കെ, മലബാർ ഭാഗങ്ങളിലൊക്കെ കർമൂസ എന്നാണ് പപ്പായക്ക് പറയട്ടോ. പല പ്രദേശങ്ങളിലും പല പേരുകളാണ് ഇതിനുള്ളതെന്ന് മനസ്സിലായല്ലോ. മലയാളത്തിൽ തന്നെ ഇങ്ങനെ വ്യത്യസ്ത പേരുകൾ ഉണ്ടെങ്കിൽ വിവിധ ഭാഷകളിൽ വിവിധ പേരുകൾ ഉണ്ടാവുമെന്ന് ഉറപ്പാണല്ലോ. ഇങ്ങനെ ഒരേ ജീവി പല പേരുകൾ അറിയപ്പെടുന്നത് അതിനെ തിരിച്ചറിയുന്നതിനും പഠിക്കുന്നതിനും തടസ്സമാവുകയില്ലേ? എന്താണ് ഇതിന് പരിഹാരം? നിങ്ങളുടെ ഊഹം രേഖപ്പെടുത്തൂ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇതിന് പരിഹാരം? ഇതിന് ശാസ്ത്രീയമായൊരു പേര് വേണല്ലേ, ഓരോ സസ്യങ്ങൾക്കായാലും ജന്തുക്കൾക്കായാലും ഒക്കെ. ഭാഷകൾക്ക് അതീതമായി അന്തർദേശീയമായി അംഗീകരിക്കാവുന്ന പേരുകൾ നൽകിയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത്. ജീവികൾക്ക് ശാസ്ത്രീയമായി പേര് നൽകുന്ന രീതി ആവിഷ്കരിച്ചതും കാൾ ലിനേയസ് ആണ് ട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ജീവികൾക്ക് ശാസ്ത്രീയമായ പേര് നൽകുന്ന രീതി ആവിഷ്കരിച്ചതും ആരാണ്? കാൾ ലിനേയസ് ആണ്. വർഗീകരണ തലത്തിലെ ജീനസ് നാമം ആദ്യവും സ്പീഷീസ് നാമം രണ്ടാമതും ചേർത്ത് പേര് നൽകുന്നത് ഈ ശാസ്ത്രീയ രീതിക്ക് ദ്വിനാമ പദ്ധതി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ വർഗീകരണ തലത്തിലെ ജീനസ് നാമാണ് ആദ്യം കൊടുക്കുന്നത് പേരിന്റെ, പിന്നെ സ്പീഷീസ് നാമവും രണ്ടാമതായിട്ട് കൊടുക്കുകയാണ്. ഇവ ചേർത്താണ് ഈ ഒരു പേര് വരുന്നത് കേട്ടോ. ഈ പദ്ധതി എന്താണ്, ഈ ഒരു ശാസ്ത്രീയ രീതിക്ക് ദ്വിനാമ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. ദ്വിനാമ പദ്ധതി. അപ്പൊ ഫസ്റ്റ് ജീനസ് ആണ് വരുന്നത്, പിന്നെ സ്പീഷീസും. ജീനസ് നെയിം വരുന്നതും പിന്നെ സ്പീഷീസ് നെയിം ആണ് വരുന്നത്. ഓക്കെ, ഇതിനെ ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ എന്താണ് നോമൻ ക്ലാച്ചർ എന്ന് പറയാം. ഓക്കെ, ഇപ്രകാരം പേര് നൽകുമ്പോൾ ഒരു ജീവിക്ക് ലോകത്ത് എല്ലായിടത്തും ഒരേ പേരായിരിക്കും. അത് പ്രകാരം മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ് എന്നാണ് കേട്ടോ. ഹോമോസാപ്പിയൻസ്. ദ്വിനാമ പദ്ധതിയുടെ നിയമങ്ങളാണ്. ശാസ്ത്രീയ നാമകരണ പദ്ധതിയിൽ ജീവിയുടെ പേരിന് 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം. പേരിന്റെ ആദ്യ ഭാഗം ജീനസ് നാമവും രണ്ടാം ഭാഗം സ്പീഷീസ് നാമവും ആയിരിക്കണം. ഇംഗ്ലീഷ് ഭാഷയിൽ ശാസ്ത്രീയ നാമം എഴുതുമ്പോൾ ജീനസ് നാമം വലിയ അക്ഷരത്തിൽ തുടങ്ങണം. ശാസ്ത്രീയ നാമം അച്ചടിക്കുമ്പോൾ ഇറ്റാലിക്സിൽ അച്ചടിക്കണം. ഇതൊക്കെ എന്താണ്, ദ്വിനാമ പദ്ധതിയുടെ നിയമങ്ങളാണ് കേട്ടോ. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി ഇവിടെ സൈഡിലായിട്ട് കൊടുത്ത എന്താ, ജീവികളുടെ ശാസ്ത്രീയ നാമങ്ങൾ ലാറ്റിൻ ഭാഷയിലാണ് പറയുന്നത്. മറ്റു ഭാഷയിലെ പേരുകൾ ലാറ്റിൻ ശൈലിയിലാക്കിയാണ് ജീവികൾക്ക് ശാസ്ത്രീയ നാമകരണം ചെയ്യുന്നത്. താഴെ പറയുന്ന ലാറ്റിൻ ശൈലിയിലാണ് കേട്ടോ. ലാറ്റിൻ ഭാഷയിലാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. താഴെ പറഞ്ഞ ജീവികളുടെ ശാസ്ത്രീയ നാമങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതൊക്കെ ജീവികളുടെ പേരാ കൊടുത്ത്, കടുവ, തെങ്ങ്, നായ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ശാസ്ത്രീയ നാമം കണ്ടെത്തിയിട്ട് നമ്മളോട് ഇവിടെ ഫില്ല് ചെയ്യാനാണ് കുട്ടികൾക്കുള്ള വർക്കായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ കടുവാണ്. കടുവിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? കടുവന്റെ ശാസ്ത്രീയ നാമം എന്താണ്? പന്തേറ ടൈഗ്രിസ് ആണ് കേട്ടോ. പന്തേറ ടൈഗ്രിസ്. പന്തേറ ടൈഗ്രിസ് ആണ്. ഓക്കെ, അടുത്ത തെങ്ങിന്റെതോ കൊക്കോ ന്യൂസിഫർ ആണ് കേട്ടോ. കൊക്കോ ന്യൂസിഫർ. ഓക്കെ, കൊക്കോസ് ന്യൂസിഫർ ആണ് കേട്ടോ. ന്യൂസിഫറ. അടുത്തത് നായയുടെ എന്താണ്? കാനിസ് ലൂപ്പസ് ഫെമിലിയാരിസ് ആണ് കേട്ടോ. കാനിസ് ലൂപ്പസ് ഫെമിലിയാരിസ് ആണ്. ഫെമിലിയാരിസ്. നമുക്ക് വേറെ മനുഷ്യനെ നമ്മൾ പറഞ്ഞു ഹോമോസാപ്പിയൻസ് ആണ്. ഇനി പൂച്ചയുടേത് എന്താണ്? പൂച്ചയുടേത് ഫെലിസ് കാറ്റസ് ആണ് കേട്ടോ. ഫെലിസ് കാറ്റസ്.
ഇത് ഇമ്പോർട്ടന്റ് ആണ് ട്ടോ. ഈ ഒരു ശാസ്ത്രീയ നാമങ്ങള് കുറച്ച് ജീവികളുടെ ഇതൊക്കെ ശാസ്ത്രീയ നാമങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം ട്ടോ. അതുപോലെ പിന്നെ അടുത്തത് എന്താണ്, നെല്ലിന് നമുക്ക് നേരത്തെ നെല്ല് നമുക്ക് പറഞ്ഞാൽ എന്താ, നെല്ലിന് എന്താണ് ശാസ്ത്രീയ നാമം നെല്ലിന്റെ, നമുക്ക് പറയാം ഓറിസ ഓറിസ സാറ്റിവ. ഓക്കെ. ഇതുപോലെ നമുക്ക് മയില്, അതുപോലെ എന്താണ് കടുവ, ആന, ഇതിന്റെയൊക്കെ ശാസ്ത്രീയ നാമം പഠിച്ചു വെക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അത് വർഗീകരണ തലത്തിലെ പുതുവഴികൾ. പുതിയ ജീവികളെ കണ്ടെത്തുന്നതോടെ ജീവികളെ കൃത്യമായി തരംതിരിക്കുന്നതിന് നിലവിലുള്ള വർഗീകരണ സംവിധാനങ്ങൾ പര്യാപ്തമാകില്ല. ശാരീരിക സ്വഭാവ വിശേഷണങ്ങൾ, ജനിതക ബന്ധങ്ങൾ തുടങ്ങിയവയെ അടിസ്ഥാനമാക്കി വർഗീകരണ രീതികളെ തുടർച്ചയായി പുതുക്കുന്നു. പുതിയ നിരീക്ഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും തിരിച്ചറിവുകൾക്കും അനുസരിച്ച് വർഗീകരണം പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആധുനിക വർഗീകരണത്തിന്റെ രീതിശാസ്ത്രം. ആദ്യകാലത്ത് ജീവികളുടെ ബാഹ്യഘടന, ഉപയോഗം എന്നീ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ജീവികളെ വർഗീകരിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള വർഗീകരണ രീതിയുടെ പരിമിതി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പുതിയ ജീവികളെ കണ്ടെത്തുമ്പോൾ അവയുടെ എന്താണ് ബാഹ്യഘടനയിലും അതുപോലെ എന്താണ് ഉപയോഗത്തിലൊക്കെ വ്യത്യാസം വരുന്നതോടെ എന്താണ് നമുക്ക് പഴയ വർഗീകരണ രീതികൾ ഉപയോഗിക്കാൻ അതെന്താണ് അത് കുറച്ച് പരിമിതികൾ ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവിടെ എന്താണ്, ലളിതമായ ശരീരഘടനയുള്ള ആഫ്രിക്കൻ പായലിനെയും, ഇവിടെ അസോള ചിത്രം കൊടുത്തിട്ടുണ്ട്, വുൾഫിയ ആഫ്രിക്കൻ പായലിന്റെ ഒക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലളിതമായ ശരീരഘടനയുള്ള ആഫ്രിക്കൻ പായലിനെയും വുൾഫിയയെയും ഒരേ ജീനസിൽ പെടുത്താനാവുമോ? സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്ന വിവരണം പരിശോധിക്കുന്നവരുണ്ട്. അപ്പൊ ആധുനിക വർഗീകരണ രീതി അനുസരിച്ച് ഒരേ കുടുംബത്തിൽ പോലും വരുന്നില്ല. അപ്പൊ അപുഷ്പിയായ ആഫ്രിക്കൻ പായൽ അസോള പോലുള്ള സസ്യങ്ങൾ ഉൾപ്പെട്ട സാൽവീനിയേസിയെ ഫാമിലിയിലെ അംഗമാണ്. എന്നാൽ വൂൾഫിയയെ ആന്തൂറിയം പോലുള്ള സസ്യങ്ങളിൽപ്പെട്ട അരേസി ഫാമിലിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വൂൾഫിയയും ആന്തൂര്യവും സപുഷ്പികളാണ്. ഇവ ഒരു പൊതു പൂർവികനിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണെന്ന് കരുതപ്പെടുന്നു. ഈ പരിണാമം പരിഗണിച്ചാണ് ബാഹ്യ പ്രകൃതിയിൽ വലിയ ആന്തരമുണ്ടെങ്കിലും അവയെ ഒരേ ഫാമിലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ബാഹ്യഘടന മാത്രം പരിഗണിച്ചുള്ള വർഗീകരണത്തിൽ ജനിതകപരമായ അടുപ്പമുള്ള ജീവികൾ വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ പെടാനുള്ള സാധ്യതകളും ഏറെയാണ്. ഇപ്പൊ പരിണാമപരവും ജനിതകപരമായ സവിശേഷത കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജീവികളെ വർഗീകരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ എന്താണ്, പരിണാമപരവും ജനിതകപരവുമായിട്ടുള്ള സവിശേഷതകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജീവികളെ വർഗീകരിക്കുന്നത്. ഇനി അടുത്തതാണ് 6 കിങ്ഡം വർഗീകരണം. കാൾ വൗസ് എന്ന ശാസ്ത്രജ്ഞൻ 6 കിങ്ഡം വർഗീകരണ രീതി അവതരിപ്പിച്ചു. കിങ്ഡം മൊനീറയെ 2 വ്യത്യസ്ത കിങ്ഡങ്ങളാക്കി മാറ്റിയാണ് ഇത് രൂപപ്പെടുത്തിയത്. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ എന്നീ 2 വിഭാഗങ്ങളായി കിങ്ഡം മൊനീറയെ വിഭജിച്ചത് ആധുനിക ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ 6 കിങ്ഡം വർഗീകരണം ആരാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? കാൾ വൗസ് ആണ് ട്ടോ, കാൾ വൗസ്. അപ്പൊ കിങ്ഡം മൊനീറയെ 2 വ്യത്യസ്ത കിങ്ഡങ്ങളാക്കി മാറ്റിയാണ് ഇത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ എന്നീ 2 വിഭാഗങ്ങളായി കിങ്ഡം മൊനീറയെ വിഭജിച്ചു. എല്ലാ മനുഷ്യരും ഒരേ സ്പീഷീസിൽ ഉൾപ്പെടുമോ? ഭൂമിയിലെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ അതാതിടങ്ങളിലെ ഭൂപ്രകൃതി, പരിസ്ഥിതി ഘടകങ്ങൾ എന്നിവയുടെ സ്വാധീനത്താൽ ബാഹ്യപ്രകൃതിയിൽ ചില വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ജനിതകപരമായോ മറ്റേതെങ്കിലും വിധത്തിലോ കാര്യമായ യാതൊരു വ്യത്യാസവും ഇല്ല. ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ പൊതു പൂർവികരും ഒന്നു തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരെയും സാപ്പിയൻസ് എന്ന സ്പീഷീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശാസ്ത്രം പുരോഗമിക്കുന്നതിനനുസരിച്ച് തന്മാത്ര തലത്തിലുണ്ടായ പഠനങ്ങൾ വർഗീകരണ സംവിധാനങ്ങളിൽ മാറ്റങ്ങളും മെച്ചപ്പെടുത്തലുകളും വരുത്തിയിട്ടുണ്ട്. ഓരോ പുതിയ ജീവിയെയും കണ്ടെത്തുന്നതിനനുസരിച്ച് വർഗീകരണ ശാസ്ത്രം വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് പ്രകൃതിയുമായി നമ്മെ കൂടുതൽ ആഴത്തിൽ ബന്ധിപ്പിക്കുന്നു. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത് കേട്ടോ. കുറച്ചധികം ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. കുറച്ച് പഠിക്കാനും കുറച്ചൊരു ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. മനസ്സിലാക്കി തന്നെ പഠിക്കട്ടെ ഓരോ കാര്യങ്ങളും. ഓക്കെ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.